കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന സമീപനത്തിന്റെ ഭാഗമായി മുൻ LDF സർക്കാർ ആവിഷ്കരിച്ചതായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. വീട്ടമ്മമാർക്ക് പെൻഷൻ എന്നത് LDFന്റെ പ്രഖ്യാപിത നയമായിരുന്നു. അടുക്കള ജോലി ചെയ്ത് വീടിന്റെ അകത്തളങ്ങളിൽ കഴിയുന്നവരുടെ അധ്വാനത്തെ വിലമതിക്കുന്നു എന്നതുകൂടിയായിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ കാതൽ. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പിലാക്കിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വലയത്തിന് പുറത്തുള്ള നിർധന കുടുംബത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ് സ്ത്രീകൾക്കും പ്രതിമാസം 1000 രൂപ നൽകുന്നതായിരുന്നു പദ്ധതി. തുടർന്ന് എല്ലാ മാസവും പെൻഷൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 മാസത്തെ പെൻഷൻ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഇടവേള എന്നാണ് കരുതിയിരുന്നതെങ്കിലും പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ല. ഈ വിഷയം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉപക്ഷേപമായി പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ പദ്ധതി തുടരില്ലെന്ന സൂചനയാണ് മുഖ്യമന്ത്രി VD സതീശൻ നൽകിയിരിക്കുന്നത്. 16 ലക്ഷത്തോളം സ്ത്രീകൾക്ക് കൈത്താങ്ങാകുന്ന പദ്ധതിയാണ് ഉപേക്ഷിക്കുന്നത്. നിലവിലുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തിയതിൽ അപാകമുണ്ടെന്നും അത് പരിശോധിച്ച ശേഷമേ പദ്ധതി തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ എന്നുമാണ് മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞിരിക്കുന്നത്. തോന്നിയതുപോലെ കുറെ സ്ത്രീകളെ തിരഞ്ഞെടുത്ത് പെൻഷൻ നൽകിയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയായിരുന്നു മുഖ്യമന്ത്രിയുടേത്. വളരെ വ്യക്തമായ മാനദണ്ഡങ്ങളോടെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചതും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തതും. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പെൻഷന് അർഹത നിശ്ചയിച്ചത്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളുള്ളവർക്കും കേരളത്തിൽ സ്ഥിരതാമസക്കാരായവർക്കുമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. വിധവ, അവിവാഹിത, അംഗപരിമിത, മറ്റ് സർവീസ് കുടുംബ പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് ആനുകൂല്യം ലഭിക്കില്ലെന്നും സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അപേക്ഷിക്കാൻ അർഹരല്ലെന്നും പ്രത്യേക നിബന്ധന വയ്ക്കുകയും ചെയ്തിരുന്നു. ആവശ്യമായ രേഖകൾ സഹിതം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ K-സ്മാർട്ട് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുകയും കൃത്യമായ പരിശോധനകൾക്ക് ശേഷം അർഹരായവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം സ്ത്രീകളും ഉൾപ്പെട്ടിരുന്നു. 16 ലക്ഷം പേരെയാണ് ആദ്യഘട്ടത്തിൽ അർഹരായി കണ്ടെത്തിയതെങ്കിലും പിന്നീട് ലഭിച്ച 5 ലക്ഷത്തോളം അപേക്ഷകൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനിരിക്കുകയാണ്. ഈ വസ്തുതകൾ നിലനിൽക്കെയാണ് മാനദണ്ഡങ്ങളില്ലാതെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയെന്ന തെറ്റായ വ്യാഖ്യാനം ചമച്ചിരിക്കുന്നത്. ജനുവരിയിൽ LDF സർക്കാരിന്റെ അവസാന ബജറ്റിൽ പദ്ധതി തുടരുന്നതിനായി 3720 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തിരുന്നു. പുതിയ സർക്കാരിന്റെ KSRTC ബസ്സുകളിലെ സൗജന്യ സ്ത്രീ യാത്രാ പദ്ധതിക്ക് വേണ്ടിവരുന്ന ചിലവ് 600 കോടിയാണ് കണക്കാക്കിയിരിക്കുന്നത്. ആ തുകയുടെ 6 മടങ്ങിലധികമാണ് മറ്റൊരു ആനുകൂല്യവുമില്ലാത്ത സ്ത്രീകൾക്ക് നൽകുന്നതിനായി നീക്കിവെച്ചതെന്ന് അർത്ഥം. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പ്രത്യേക മാനദണ്ഡങ്ങളില്ലാതെയാണ് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന പോരായ്മ അർഹതപ്പെട്ടവർക്ക് മാത്രമാണോ ലഭിക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിന് സംവിധാനമില്ലെന്നതാണ്. കൂടാതെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ KSRTC ഓർഡിനറി സർവീസ് ഇല്ലെന്ന വസ്തുത പരിഗണിക്കുമ്പോൾ ആനുകൂല്യം ലഭ്യമാകുന്നതിൽ വിവേചനമുണ്ടാകുമെന്നതിലും സംശയമില്ല. ഇതൊക്കെയാണ് വസ്തുതയെന്നിരിക്കെയാണ് സ്ത്രീകളുടെ സൗജന്യ യാത്ര കൊട്ടിഘോഷിക്കുകയും തെറ്റായ ആഖ്യാനങ്ങൾ ചമച്ച് 16 ലക്ഷത്തിലധികം പേർക്ക് നേരിട്ട് സഹായം നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി പരണത്ത് വയ്ക്കുകയും ചെയ്തത്. ഗാർഹിക ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനമാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് ആധാരമെന്ന സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ സംസ്ഥാനം അത് അംഗീകരിക്കുകയായിരുന്നു LDF സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലൂടെ. ഇങ്ങനെയൊരു സുപ്രധാന പദ്ധതിയാണ് സാങ്കേതിക കാരണങ്ങളും LDF സർക്കാർ നടപ്പിലാക്കിയത് എന്ന വിവേചനവും കാരണം നിർത്തലാക്കാൻ പോകുന്നത്. ഇതിലൂടെ സ്ത്രീകളോടുള്ള UDFന്റെ കപട സ്നേഹമാണ് പ്രകടമാകുന്നത്. ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയും മറുവശത്ത് അതിനേക്കാളധികം സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നത് തങ്ങളുടെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള UDF സർക്കാരിന്റെ നിലപാട് കാപട്യമാണെന്ന് തുറന്നുകാട്ടുകയാണ്.